നൈസ്. അപ്പോൾ എന്നാണ്ട് 2 മാങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറിയാണ്. അപ്പോൾ ഈ 2 സവാള അരിഞ്ഞെടുക്കണം. ഓക്കെ, ഉള്ളി സ്ലൈസ് ആയിട്ട് അരിഞ്ഞങ്ങോട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങയും പീൽ ചെയ്ത് സ്ലൈസ് ചെയ്യുക. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. സവാള ഈ ഒരു പരുവമായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മാങ്ങ എടുത്തിടുക. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിനകത്താണ് ടേസ്റ്റ്. അപ്പോൾ സ്പൈസസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കുറച്ച് ഗരം മസാല, അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു പരുവാക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായ പാനിലോട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നമ്മൾ എത്രയും കുറുക്കിയെടുക്കുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ലോണം വെന്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് സെറ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക, കുറുക്കിയെടുക്കുക. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ ഇതിനെ നമുക്ക് നമ്മുടെ കറീനകത്തോട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ സെറ്റായി. അങ്ങനെ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നല്ല ചൂട് ഞാൻ 2 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് പ്രോട്ടീന് വേണ്ടി. ആ ചോറിനകത്തോട്ട് ഒരു മാങ്ങയുടെ കഷ്ണം അങ്ങോട്ട് എടുത്ത് ഉടച്ച് അടിപൊളി. കറിവേപ്പിലയുടെ മുളകിൻ്റെയൊക്കെ ചെറിയ കുറവുണ്ട്, പക്ഷേ സാധനം സെറ്റ്. എല്ലാവരും ട്രൈ ചെയ്യും.